ശത്രുസന്നിധാനം ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷിച്ച് റിജോയ്സ് മിനിസ്ട്രിക്ക് ശ്രേഷ്ഠകരമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ ദേവദാസൻ സന്നിയങ്ങള് കുടുംബം, വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിൽ ബഹുമാന്യനായ ദേവദാസൻ, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിൽ സൂമിൽ ഇങ്ങനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് ലഭ്യമാക്കിയ ഈ വിലപ്പെട്ട അവസരം എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ ഒരു വലിയ പദവിയായി, മഹാഭാഗ്യമായും കണക്കാക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും വന്ദനം പറഞ്ഞ് മുഖവരകൾ ദീർഘമാക്കാതെ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ പകൽ നിങ്ങളോട് പറയുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയ ദൈവജന ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്കാണ് ഈ സഭായോഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ പരിശുദ്ധാത്മാവ് തിരിക്കുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ഞാനൊരു പ്രാവശ്യം കൂടി ആ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. വേദപുസ്തകം ഉള്ളവരാ ആ വാക്യം ശ്രദ്ധിക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തെ ആസ്പദീകരിച്ചാണ് തുടർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ്. 27 പുസ്തകങ്ങളിൽ 21 ലേഖനങ്ങളാണ്. 21 ലേഖനങ്ങളിൽ എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ എഴുതിയത് പൗലൂസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ലേഖനത്തിന്റെ എഴുത്തുകാരനും പൗലൂസ് തന്നെ എന്നാണ് വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ധാരാളം തർക്കങ്ങൾ എഴുത്തുകാരനെ പറ്റി ഇന്നു വരെ ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പൗലൂസിന്റെ എഴുത്താണ്. പൗലൂസിന്റെ പല ലേഖനങ്ങളിലും ആവർത്തിക്കുന്ന ശൈലികളും ഭാഷാപ്രയോഗങ്ങളും ഈ ലേഖനത്തിനകത്ത് നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് എബ്രായ ലേഖനം 13-ാം അധ്യായം 23-ാം വാക്യത്തിൽ തിമോഥെയോസിനെ കുറിച്ചൊരു പരാമർശവും ഈ പുസ്തകത്തിനകത്ത് കാണാം. ഇറ്റലിക്കാർക്ക് വന്ദനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത് റോമിൽ നിന്ന് എഴുതിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് പൗലൂസിന്റെ ലേഖനം തന്നെയാണ്. ഇതുപോലെ ന്യായപ്രമാണത്തെ കുറിച്ച് ഏറ്റവും അവഗാഹമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമനുഷ്യനാണ് പൗലൂസ്. അങ്ങനെയുള്ള മനുഷ്യന് മാത്രമേ ഇങ്ങനെ ഒരു ലേഖനം ചമയ്ക്കാൻ കഴിയൂ എന്നാണ് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ ലേഖനം എഴുതിയതിന്റെ പശ്ചാത്തലം എന്താ, സന്ദർഭം എന്താ, അത് ഞാൻ വേഗത്തിലൊന്ന് പറയുവാൻ ദൈവനാമത്തിൽ തയ്യാറാകുന്നു. എല്ലാ ലേഖനങ്ങളും എഴുതുമ്പോൾ ഒരു പശ്ചാത്തലമുണ്ട്, ഒരു സന്ദർഭമുണ്ട്. ഒരു ലേഖനങ്ങളും സന്ദർഭമില്ലാതെയോ ഒരു പശ്ചാത്തലവും ഇല്ലാതെയോ തയ്യാറാക്കിയ ലേഖനങ്ങളല്ല. ഓരോ ലേഖനങ്ങളും എഴുതുമ്പോൾ അതിൻ്റെതായ ഒരു സന്ദർഭമുണ്ട്. ഈ എബ്രായ ലേഖനം എഴുതുവാനുള്ള സന്ദർഭം നമുക്കറിയാം. യേശുക്രിസ്തുവിന്റെ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം, ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, യേശുവിന്റെ പരസ്യ ശുശ്രൂഷകൾക്ക് ശേഷം, യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്റെ ജനത്തോട്, ശിഷ്യന്മാരോട് ആവർത്തിച്ചു പറയുന്നുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഞാൻ ഈ ദൈവസഭയോട് അനുബന്ധിച്ച്
ഫിലിപ്പിയ ലേഖനം ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് എനിക്കറിയാം. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. ഇനി ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോ യേശു പറഞ്ഞില്ലേ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിലും അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ വാഗ്ദത്ത വിഷയത്തിന് വേണ്ടി കാത്തിരിക്കണം. എന്താണ് വാഗ്ദത്ത വിഷയം? വാഗ്ദത്ത വിഷയം പരിശുദ്ധാത്മാവാണ്. അങ്ങനെ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം 120 പേർ മാളിക മുറിക്കകത്ത് കാത്തിരിക്കുന്ന 120 പേരുടെ മേൽ 50-ാം ദിവസം പെന്തക്കോസ്ത് നാൾ പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിലേക്ക് ഇറങ്ങി വരുമ്പോ വേദപുസ്തകം വിശദീകരിക്കുന്ന ഇങ്ങനെയാ: അഗ്നി ജ്വാലക്കൊത്ത നാവുകൾ അവർക്ക് നടുവിൽ പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്ന്. പിന്നീട് അവരവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് വേദപുസ്തകം വ്യക്തമാക്കുന്നത് ഒരു വലിയ മുഴക്കമുണ്ടായെന്ന്. ആ മുഴക്കം കേട്ട് ഏകദേശം 15 ദേശക്കാർ ഇതാ ആ മാളിക മുറിയുടെ മുമ്പിലേക്ക് ഓടി വരികയാണ്. ഓടി വന്ന് പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. പലരും പറഞ്ഞ അഭിപ്രായങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം, നിങ്ങൾ വീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്നൊരു അഭിപ്രായമാണ്. പെട്ടെന്ന് പത്രോസ് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തെ ആധികരിച്ചുകൊണ്ട്, ഇത് വീഞ്ഞു കുടിച്ചവരുടെ കൂട്ടമല്ല, പരിശുദ്ധ അവന്റെ ശക്തി ഇറങ്ങി വന്ന യോവേൽ പ്രവചിച്ച പ്രവചനത്തിന്റെ നിവർത്തിയാണെന്ന് പത്രോസ് വായ തുറന്ന് പ്രസംഗിക്കുകയാണ്. അതിനെ തുടർന്ന് 3000 പേർ ദൈവസഭയോട് ചേർന്നു. ആ കൂട്ടത്തിൽ യഹൂദന്മാരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് ഒരു കൂട്ടം ആളുകൾ ദൈവത്തിന്റെ കൃപയിലേക്ക് വന്നു. അങ്ങനെ അവരുടെ വിശ്വാസ ജീവിതം, യഹൂദ ക്രിസ്ത്യാനികളുടെ വിശ്വാസ ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിനകത്ത് സ്തോത്രം, ആത്മീയ ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രത്യേക ചിന്ത ചേക്കേറി. ചിന്ത ഇങ്ങനെയാണ്: പഴയ നിയമത്തിലെ ആരാധനയാണ് പ്രാധാന്യമുള്ളത്, പഴയ നിയമത്തിലെ പുരോഹിതനാണ് ശ്രേഷ്ഠൻ, പഴയ നിയമത്തിലെ നേതാക്കന്മാരും പഴയ നിയമത്തിലെ ആരാധക്രമങ്ങളും പഴയ നിയമത്തിലെ യാഗങ്ങളും വിശ്വാസ വീരന്മാരുമാണ് ശ്രേഷ്ഠന്മാർ. യേശുക്രിസ്തുവിനേക്കാൾ അവരാണ് ശ്രേഷ്ഠതയുള്ളവരെന്ന് ഒരു വല്ലാത്തൊരു ചിന്ത യഹൂദ ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിനകത്ത് ചേക്കേറി. ആ ചിന്ത അവരെ ഒരു പ്രത്യേക പിന്മാറ്റത്തിലേക്ക് വഴിനഴിച്ചു. ആ സമയത്ത് പൗലൂസ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത, യേശുക്രിസ്തുവിന്റെ മഹത്വം, യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, യേശുക്രിസ്തുവിന്റെ വ്യക്തിപ്രഭാവം അതിനെ ആസ്പദീകരിച്ചുകൊണ്ട് യഹൂദ ക്രിസ്ത്യാനികളെ പഴയ നിയമത്തിലെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പഴയ നിയമത്തിലെ നേതാക്കന്മാരോ അല്ല ശ്രേഷ്ഠൻ, യേശുക്രിസ്തുവാണ് ശ്രേഷ്ഠത ഉള്ളവരെന്ന് തെളിയിച്ചുകൊണ്ട് അവർക്ക് എഴുതി കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇനി വിശദീകരിച്ചാൽ സമയം അടുത്തത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 1 മുതൽ 13 അധ്യായത്തിനകത്തും യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ്, യേശുക്രിസ്തുവിന്റെ മഹത്വമാണ് പൗലൂസ് വിശദീകരിക്കുന്നത്. ഇനി കേൾക്കണം എല്ലാവരും. 1ഉം 2ഉം അധ്യായത്തിനകത്ത് നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നവരാണെങ്കിൽ 1ഉം 2ഉം അധ്യായത്തിനകത്ത്, എബ്രായ ലേഖനം 1-2 അധ്യായത്തിനകത്ത് യേശു പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കാൾ, അടുത്തത് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. കേൾക്കുന്നുണ്ടോ? പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കാൾ, ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനായി നിലനിൽക്കുകയാണ്. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു
മോശയേക്കാൾ വലിയവനാണ്. അതെനിക്കൊന്ന് പറയണം, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. 3-ാം അധ്യായം തുടക്കം ഇങ്ങനെയാ: അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത കാര്യം പൗലൂസ് വിശദീകരിക്കുന്ന ഇങ്ങനെയാണ്: മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും താൻ ആക്കി വെച്ച ഇടത്ത് വിശ്വസ്തനായിരുന്നു. ഇനി അടുത്ത വാക്ക് ഇങ്ങനെയാണ്: മോശ ദൈവഭവനത്തിലെ ഭൃത്യനായി മാറുമ്പോൾ യേശു ക്രിസ്തു ദൈവഭവനത്തിലെ ഭൃത്യനല്ല, അവൻ അധികാരിയായ പുത്രനാണ്. കേൾക്കുന്നുണ്ടോ? എബ്രായ ക്രിസ്ത്യാനികൾ പറഞ്ഞു മോശയാണ് വലുത്, മോശയാണ് വലിയവൻ, മോശയാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പൗലൂസ് തന്റെ തൂലിക ആത്മാവിനൊരു പടവാള് പോലെ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, ഈ മോശയുണ്ടല്ലോ ദൈവഭവനത്തിലെ ഭൃത്യനാ, ദാസനാ. പക്ഷെ യേശുവോ ദൈവഭവനത്തിലെ ദാസനല്ല, അവൻ അധികാരിയായ പുത്രനാണ്. സന്തോഷം ഉണ്ടെങ്കിൽ ചേർന്ന് കരമൊന്ന് ഉയർത്തി ഒരു ആമേൻ പറയാം. ഇനി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു യോശുവായേക്കാൾ ശ്രേഷ്ഠനാണ്. കേൾക്കണോ നിങ്ങൾക്ക് അതിന്റെ വിശദീകരണം? പഴയ നിയമത്തിൽ യോശുവായുടെ കാലഘട്ടത്തിലാണ് ഇസ്രായേലിന് കനാനിൽ എത്തുകയും അവർക്ക് സ്വസ്ഥത യോശുവ വരുത്തി എന്ന വേദപുസ്തകത്തിൽ. യോശുവായുടെ കാലഘട്ടത്തിൽ സ്വസ്ഥത വന്നു എന്ന് വചനമുണ്ട്. സ്വസ്ഥത വന്നു ജനത്തിന്. യോശുവായുടെ കാലത്ത് സ്വസ്ഥത വന്നെങ്കിൽ ഇനി കേട്ടോണം, അതൊക്കെ ചില കാലഘട്ടത്തിന് ശേഷം ആ സ്വസ്ഥത അങ്ങ് നിന്നുപോയി. പക്ഷെ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന സ്വസ്ഥതയുണ്ടല്ലോ, അത് ചില ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ നിലനിൽക്കുന്നതല്ല. യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന സ്വസ്ഥത എന്നേക്കുമുള്ള സ്വസ്ഥതയാണ്. അത് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറയാം. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം. നമ്മുടെ കർത്താവ് പറഞ്ഞ ശ്രേഷ്ഠകരമായ വാക്കിയില്ലേ, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. നിലനിൽക്കുന്ന സ്വസ്ഥത, നിലനിൽക്കുന്ന സമാധാനം, അതാണ് യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയുടെ അടുത്ത കാര്യം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു അഹരോനേക്കാൾ ശ്രേഷ്ഠനാ. കേട്ടോ, യേശു അഹരോനേക്കാൾ ശ്രേഷ്ഠനാ. അതും എനിക്ക് വിശദീകരിപ്പാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിപ്പാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, 90-ാം സങ്കീർത്തനത്തിൽ അഹരോന്റെ നിര്യാണത്തെ തുറന്ന് മോശ രചിക്കുന്ന സങ്കീർത്തനമല്ലേ 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നീ പർവ്വതങ്ങൾ ഉണ്ടായതിനെയും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നു. അഹരോന്റെ മരണത്തെ തുടർന്ന് മോശ രചിക്കുന്ന സങ്കീർത്തനം നിങ്ങൾക്കറിയാമോ? അഹരോന്റെ മരിക്കും മുമ്പേ അഹരോന്റെ വസ്ത്രം ഊരിയെടുത്ത് എലയാസറിനെ മോശ ധരിപ്പിച്ചു. കാരണം മരിച്ചു കഴിഞ്ഞാൽ വസ്ത്രം അശുദ്ധമാകും. അതുകൊണ്ട് മരിക്കും മുമ്പേ മഹാപുരോഹിതനായ അഹരോന്റെ വസ്ത്രമൂരി എലിയാസനെ ധരിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ മഹാപുരോഹിതനായ അഹരോൻ മരിച്ച് മണ്ണോട് ചേരുമ്പോൾ പുതിയ നിയമത്തിന്റെ മഹാപുരോഹിതനായ ക്രിസ്തു മരിച്ച് മൺമറഞ്ഞൊരു വ്യക്തിയല്ല, മണ്ണിനോട് ചേർന്ന് അലിഞ്ഞു ചേർന്ന ഒരു വ്യക്തിയല്ല. പുതിയ നിയമത്തിലെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്താണെന്നറിയാമോ? പഴയ നിയമത്തിലെ മഹാപുരോഹിതനായ അഹരോൻ മരിച്ചു മണ്ണോട് ചേർന്നെങ്കിൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ മഹാപുരോഹിതനായ ക്രിസ്തു മരണം വന്നിട്ടും മരണത്തെ തോൽപ്പിച്ച് ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നവനാണ്. ഇന്ന് ഈ പകൽ റിജോയിസ് ദൈവസഭയിൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധമ ഇടപെടുക. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്കുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ മഹാപുരോഹിതൻ മണ്ണോട് മണ്ണ് ചേർന്നവനല്ല, മറിച്ച് മരണത്തിന് പോലും തോൽപ്പിക്കാൻ കഴിയാതെ മരണത്തെ പോലും മരണമേ എന്ന് ചോദിച്ചു വെല്ലുവിളിച്ചുയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുക. ധൈര്യപ്പെടാൻ ഒരു ദൂതൂടെ പറയാം. നിങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഇന്ന് ഈ വൈകുന്നേര സമയവും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം ഉണ്ടെങ്കിൽ ചേർന്ന് രാമേ.
ഇനി 6-ാം അധ്യായത്തിലെ വിഷയം യേശു അബ്രഹാമിനേക്കാൾ വലിയവനാണ്. അത് ഞാൻ വിശദീകരിക്കാം. 7-ാം അധ്യായത്തിലെ വിഷയം യേശു മൽക്കിസദേക്കിനേക്കാൾ വലിയവനാണ്. 8-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തെക്കാൾ, 9-ാം അധ്യായത്തിൽ സമാഗമന കൂടാരത്തെക്കാൾ, 10-ാം അധ്യായത്തിൽ യാഗത്തെക്കാൾ, 11-ാം അധ്യായത്തിൽ യേശു വിശ്വാസ വീരന്മാരെക്കാൾ. അതെനിക്ക് പറയണം. പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാ. ഇബ്രായ ക്രിസ്ത്യാനികൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പഴയ നിയമത്തിലെ എല്ലാവരും യേശു ക്രിസ്തുവിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരെ എടുത്തു കാണിച്ചു. വിശ്വാസ വീരന്മാരെ എടുത്തു കാണിക്കുമ്പോൾ അബ്രഹാം തുടങ്ങിയല്ല, മറിച്ച് ഹാബേൽ തുടങ്ങി വിശ്വാസ വീരന്മാരെ എടുത്തു കാണിക്കുക. ഹാബേൽ, ഹാനോക്ക്, അടുത്തത് നോഹ, അടുത്തത് അബ്രഹാം, അടുത്തത് ഇസഹാക്ക്, അടുത്തത് യാക്കോബ്, അടുത്തത് യോസെഫ്, അടുത്തത് മോശ കഴിഞ്ഞ ശേഷം ന്യായാധിപന്മാർ. എന്നിട്ട് പൗലോസ് പറയുന്ന കാര്യം എന്നറിയോ? ഗിദയോൻ, ശിംശോൻ, ബാരാക്ക്, ഷൗമേ എന്നിവരെ കുറിച്ച് പറഞ്ഞിട്ട് പറയാ, ഇനി സമയം പോരാ. കേൾക്കുന്നുണ്ടോ? പഴയ നിയമത്തിലെ എല്ലാ ആളുകളെയും വിശദീകരിക്കാൻ സമയം പോരാ. എന്നിട്ട് പൗലോസ് എഴുതി വന്നിട്ട് പറഞ്ഞു, ഇവരാരും വാഗ്ദത്ത നിവർത്തി കണ്ടില്ല. വാഗ്ദത്ത നിവർത്തി കണ്ടില്ല. വിശ്വാസ വീരന്മാരാ, പക്ഷേ വാഗ്ദത്തത്തിന്റെ പൂർണ്ണത കണ്ടില്ല. പൂർണ്ണത നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. അവരതിനെ കണ്ടില്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ 12-ാം അധ്യായത്തിൽ എഴുതി വെക്കുകയാ, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എനിക്ക് അടുത്ത വാക്യം വളരെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ എല്ലാ വിശ്വാസ വീരന്മാരെയും എടുത്തു കാണിച്ചിട്ട് പൗലോസ് പറയുക, ഇവരെയൊക്കെ നമ്മുടെ വിശ്വാസത്തിന് അനുകരിക്കണം, പക്ഷേ നോക്കേണ്ടത് ശ്രേഷ്ഠനായ യേശുവിനെ ആകണം. ഹല്ലേലൂയ. നമ്മുടെ മാതൃകാപുരുഷൻ നമ്മുടെ ദൈവമാണ്. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ഒരു ആമീൻ പറയാം. ഇനി 12-ാം അധ്യായത്തിലെ വിഷയം എന്താണെന്നറിയോ? നിങ്ങൾ ഇതിനു ശേഷം ആ വചനമൊക്കെ ഒന്ന് വായിക്കണം. 12-ാം അധ്യായത്തിലെ വിഷയം യേശുവിന്റെ രക്തത്തിന്റെ ശ്രേഷ്ഠതയാ. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ആ രക്തത്തിന്റെ ശ്രേഷ്ഠത എന്താ? കേട്ടോണം, എല്ലാവരും കേട്ടോ. ആ രക്തത്തിന്റെ ശ്രേഷ്ഠത. പഴയ നിയമത്തിലെ ഹാബേലിന്റെ രക്തം ഭൂമിയിൽ കിടന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന എന്താണെന്നറിയോ? ഹാബേലിന്റെ രക്തം നിലവിളിക്കുന്നത് കായീനോട് പ്രതികാരം ചെയ്യണം, കായീനോട് പ്രതികാരം ചെയ്യണം, കായീനോട് പ്രതികാരം ചെയ്യണം, കായീനോട് പ്രതികാരം ചെയ്യാതെ അവനെ വിടരുത് എന്ന് ഹാബേലിന്റെ രക്തം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് പ്രതികാരത്തിന്റെ രക്തമല്ല. അത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ രക്തത്തിന്റെ സ്വാധീനത ചിലരുടെ മേൽ ഇന്ന് രാത്രി ദൈവാത്മാവ് തളിക്കുക യേശുവിൻ നാമത്തിൽ. ആ രക്തം ഇന്ന് സ്വർഗത്തിലേക്ക് നോക്കി വിളിച്ചു പറയുന്ന വാക്കെന്താണെന്നറിയോ? അവന്റെ പാപം ക്ഷമിക്കണം. ആ രക്തത്തിന്റെ ശക്തി ആ പാപത്തെ, കടുംചുവപ്പായ പാപത്തെ കഴുകിക്കളയണം. പ്രതികാരത്തിന്റെ രക്തം പഴയ നിയമത്തിൽ ഹാബേലിന്റെ രക്തമായി മാറുമ്പോൾ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തം പ്രതികാരത്തിന്റെ രക്തമല്ല, അത് പാപം ക്ഷമിക്കുന്ന രക്തമാണ്, പാപം കഴുകുന്ന രക്തമാണ്. സന്തോഷം ഉണ്ടെങ്കിൽ ചേർന്ന് ആമേൻ. ഒന്നുകൂടെ ഞാൻ ആഴത്തിൽ പറയാം, എല്ലാവരും കേട്ടോണം. പഴയ നിയമത്തിൽ യാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആട്ടുകൊറ്റന്റെ, കുറുമ്പ്രാവിന്റെ, കാളക്കിടാവിന്റെ, ആട്ടിൻകുട്ടിയുടെ യാഗമൊക്കെ കാണാൻ കഴിയും. പഴയ നിയമത്തിലെ യാഗരക്തങ്ങൾ മുഴുവൻ പാപത്തെ മറച്ച് മുൻപോട്ട് പോകുമ്പോ പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്താ? ഒന്ന് എന്നോട് ചേർന്ന് നിങ്ങൾക്ക് ആ വചനം അറിയാമെങ്കിൽ ചേർന്ന് പറ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാ. എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? പഴയ നിയമത്തിലെ യാഗരക്തങ്ങൾ മുഴുവൻ പാപത്തെ മറയ്ക്കുമ്പോ പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തം എന്റെ പാപത്തെ മറച്ചു എന്നല്ല, എന്റെ പാപത്തെ മായിച്ചു. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ആ കരയൊന്ന് അടിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞു പറ. പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തമാണ് എന്റെ പാപത്തെ മായിച്ചു കളഞ്ഞത്. മറ്റൊരുത്തനിലും രക്ഷയില്ല.
നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു അല്ലാതെ നാമമില്ലെന്ന് പറയുമ്പോൾ തന്നെ ആ രക്തത്തിന്റെ ശക്തിയാണ് നമ്മെ പുറത്തെടുത്തത്. ഒന്നുകൂടെ ഗൗരവമായിട്ട് പറയാം, ആ രക്തത്തിന്റെ വിലയാണ് നാം. ഒരന്ധകാര ശക്തിക്കും നമ്മെ തൊടാൻ കഴിയില്ല. ഒരു പൈശാചിക ആധിപത്യങ്ങൾക്കും നമ്മെ തലകുനിപ്പിക്കാൻ കഴിയില്ല. ആ രക്തത്തിന്റെ വിലയാണ് നാം. കേൾക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ ആ രക്തം, പഴയ നിയമത്തിൽ ആ ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടലക്കാലിന്മേലും കുറുമ്പടിമേലും തേച്ച് ജനം വിടുവിക്കപ്പെട്ടെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തം, കേൾക്കുന്നുണ്ടോ? ഒരു കുഞ്ഞാടിന്റെ രക്തം കട്ടലക്കാലിന്മേലും കുറുമ്പടിമേലും നിഴലായി തേച്ചപ്പോ അത് വിടുതലായി തീർന്നെങ്കിൽ പുതിയ നിയമത്തിൽ നിഴലല്ലോ, പൊരുളല്ലേ. പരിശുദ്ധാത്മ വിടപെടുക. യേശുവിന്റെ രക്തം നിന്റെ മേൽ തളിച്ചാൽ പിന്നെ ഒരു അന്ധകാര ശക്തിക്ക് ആ രക്തം ചിലത് ഇന്ന് രാത്രി തൊടുക. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഞാനത് ആത്മാർത്ഥയോടെ പറയുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഈ മുറിക്കകത്തിരുന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ആത്മാവിനോട് ഈ പ്രാരംഭത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ ചലനം ദൈവസഭയ്ക്കകത്ത് ദൈവം പകരുക. പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്ന രാത്രിയാണ്. ആ രോഗം, ആ രക്തത്തിൽ കലർന്നുകൂടിയിരിക്കുന്ന ആ രോഗം ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ ദൈവം സൗഖ്യമാക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്നാമേൻ പറഞ്ഞു. നിങ്ങൾ അടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട, ഇതൊരു സൂം മീറ്റിംഗ് നിങ്ങൾ വിചാരിക്കേണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് സംസാരിക്കുകയാ. ആ രക്തത്തിന്റെ ശക്തി ചിലരുടെ മേൽ ഇന്ന് രാത്രി തൊടുകയാണ്. നിന്റെ തലമുറയുടെ മേൽ രക്തത്തിന്റെ ശക്തി വെളിപ്പെടുക. പിശാചിനവനെ കാണാൻ കഴിയാതെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി വെളിപ്പെടുക. പിശാചിന് പിന്നെ അതിനെ കാണാൻ കഴിയില്ല. പിശാചിന് ഭയമുള്ളതാണ് യേശുവിന്റെ രക്തം. ആ രക്തം ഇന്ന് രാത്രി ചർച്ചിനകത്തേക്ക് വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടത്. യേശുവിന്റെ നാമത്തിൽ ഇത് വ്യാപരിക്കട്ടെ. ആ രോഗക്കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിലെ രക്തം കൊണ്ട് സൗഖ്യമാകുകയാണ്. യേശുവിൻ നാമത്തിൽ പൈശാചിക മേഖലകൾ കൂടെ കൂടെ ആ പൈശാചിക വ്യാപാരങ്ങൾ വന്ന് നിന്നെ അടിമയാക്കാൻ ശ്രമിക്കുന്ന വെല്ലുവിളികൾ ഇന്ന് രാത്രി ആ രക്തം കൊണ്ട് സ്വതന്ത്രമാക്കുക. ദൈവം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി റിജോയിസ് മിനിസ്ട്രിക്കകത്ത് ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനത്താലും പിശാചിനെ ജയിച്ചു എന്ന്. കേൾക്കുന്നുണ്ടോ? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് സാക്ഷ്യവചനത്താൽ പിശാചിനെ ജയിച്ചു. ഇന്ന് രാത്രി യേശുവിന്റെ രക്തം പറയണം. ഓരോ പ്രതിസന്ധിക്കകത്ത് യേശുവിന്റെ രക്തം പറയണം. ആ രക്തത്തിന്റെ ശക്തി അവിടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത് ആ രക്തത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വാദിക്കും. പിശാച് പറയും ഇതെന്റെ അവകാശം. പക്ഷെ യേശുവിന്റെ രക്തത്തിൽ പറയണം, പിശാച് നിന്റെ അവകാശമല്ല, ഞാൻ അവന്റെ രക്തത്തിന്റെ വിലയാണ്. എന്റെ തലമുറ അവന്റെ രക്തത്തിന്റെ വിലയാണ്. സഭ എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? റിജോയ്സ് മിനിസ്ട്രിയെ കുറിച്ച് മാത്രമല്ല, സഭ എന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. നമുക്ക് വേണ്ടി കർത്താവ് മുടക്കിയത് പണമല്ല കേട്ടോ. നമുക്ക് വേണ്ടി കർത്താവ് മുടക്കിയത് എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങളോ വെള്ളിയാഭരണങ്ങളോ ഒന്നുമല്ല. നമുക്ക് വേണ്ടി കർത്താവ് മുടക്കിയത് ചുടും നിണമാണ്. ആ രക്തമാണ് നമുക്ക് വേണ്ടി ഒഴുക്കിയത്. ആ രക്തത്തിന്റെ വീണ്ടെടുപ്പാണ്. നമ്മുടെ മുഖത്ത് ഇന്ന് രാത്രി സന്തോഷം ഉണ്ടാകണം കേട്ടോ. കാരണം നമ്മുടെ രക്തത്തിന്റെ വിലയാണ്. ഇന്ന് രാത്രി സന്തോഷത്തോടെ ആമേൻ പറഞ്ഞു പറ. ഇന്ന് രാത്രി പിശാചേ, പോരാട്ടമേ, വെല്ലുവിളിയെ, പരാജയങ്ങളെ ഒന്നും എന്നെ കീഴടക്കാൻ കഴിയില്ല. ഞാൻ ഏതൊക്കെ മേഖലക്കകത്ത് തകർന്നോ തളർന്നോ ഇരിക്കുന്നെങ്കിലും ത്തിന്റെ ശക്തി എന്റെ മേൽ വെളിപ്പെടുമ്പോ ഞാൻ ചാടി എഴുന്നേൽക്കും. ഞാൻ ഇന്ന് രാത്രി ബലത്തോടെ എഴുന്നേൽക്കും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ. ഹല്ലേലൂയ. 12-ാം അധ്യായത്തിൽ രക്തത്തിന്റെ ശ്രേഷ്ഠതയാണ്. ഇനി 13-ാം അധ്യായത്തിൽ ഇടയശ്രേഷ്ഠനാ. നമ്മുടെ കർത്താവാരാ? ഇടയശ്രേഷ്ഠന. അപ്പോ 13 അധ്യായത്തിലൂടെ യഹൂദ ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുക. സ്തോത്രം. യഹൂദ ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്ന കാര്യം പഴയ നിയമത്തിലെ ആചാരങ്ങളോ കർമ്മങ്ങളോ
പഴയ നിയമത്തിലെ വ്യക്തികളോ അഹരോന്യ പൗരോഹിത്യങ്ങളോ മൽക്കിസദേക്കോ ഒന്നുമല്ല ശ്രേഷ്ഠൻ. കർത്താവായ യേശു ക്രിസ്തുവാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ് ഇതാ 13 അധ്യായങ്ങളും പൂർത്തീകരിക്കുമ്പോൾ നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വേഗത്തിൽ മടങ്ങിയത് 6-ാം അധ്യായത്തിലെ 12-ാം വാക്യമാണ് നാം വായിച്ച കുറിവാക്യം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, 6-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത് യേശു അബ്രഹാമിനേക്കാൾ വലിയവനാണ്. യേശു അബ്രഹാമിനേക്കാൾ വലിയവനാണ്. ഇനി 6-ാം അധ്യായത്തിന് ഒരു 4 പിരിവുണ്ട്. 6-ാം അധ്യായത്തിൽ 4 പിരിവുണ്ട് എന്ന് പറഞ്ഞാൽ 4ആയിട്ടത് നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 9, 10 വാക്യങ്ങൾ, അടുത്തത് 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വേഗത്തിൽ പറയുന്നത് നിങ്ങൾക്ക് അത്രയും മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 9ഉം 10ഉം വാക്യങ്ങൾ, 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ ഞാൻ ആ ഡിവൈഡ് ചെയ്ത ആ വാക്യത്തിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു അതിനകത്ത് എഴുതിയിരിക്കുന്ന വിഷയത്തെ ഒന്ന് സംക്ഷിപ്തമായിട്ട് പറയാം. എല്ലാവരും കേട്ടോ. എല്ലാം വിശദീകരിക്കാൻ സമയമില്ല, പക്ഷേ ഞാൻ വിശദീകരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ട് മാത്രമേ എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കൂ. ഒന്നാമത്തെ വിഷയം, ഈ 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാന പൂർത്തി സഭ പ്രാപിക്കണമെന്ന്, യഹൂദ ക്രിസ്ത്യാനികൾ പ്രാപിക്കണമെന്ന് പൗലോസ് പറയുക. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കും. ഇനി 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വിശദീകരിക്കുന്ന ഇങ്ങനെയാണ്: വിശ്വാസത്യാഗികൾക്ക് സംഭവിച്ച പരാജയവും അവരുടെ അവസാനവുമാണ് ഈ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുന്നു. എന്നോട് ഞാൻ പറയാം, വിശ്വാസത്യാഗികൾക്ക് വന്ന പരാജയവും അവർക്ക് വന്ന കടുത്ത ശിക്ഷയും. ഇനി 9-10 വാക്യങ്ങളിൽ സഭ ചെയ്യുന്നൊരു സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഒരു പ്രശംസാവഹമായ കാര്യത്തെ പൗലോസ് വിശദീകരിക്കുക. ഇനി 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നത് എങ്ങനെയാണ്, അവകാശമാക്കിയ വ്യക്തിയെ ഉദാഹരണ സഹിതം പൗലോസ് വ്യക്തമാക്കുക. ഇനി ഞാനൊന്ന് പറയാം. 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള കാര്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാന പൂർത്തി സഭ പ്രാപിക്കണം. ഇനി അത് ഞാൻ വിശദീകരിക്കാതെ അടുത്ത ഭാഗത്തിലേക്ക് വരിക. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്യാഗം സംഭവിച്ചവരുടെ പരാജയവും അവർക്ക് നൽകുന്ന കടുത്ത ശിക്ഷയും എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും നല്ല വചനമൊക്കെ കേട്ട് ദൈവസന്നിധി സന്തോഷിച്ച് മുൻപോട്ട് പോയിട്ട് പിന്മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ അർത്ഥം യാത്രാമധ്യേ വീഴുക എന്നാണ് കേട്ടോ. പിന്മാറുക. സ്വർഗീയ യാത്രയ്ക്ക് വേണ്ടി വിളിച്ചു, പക്ഷെ സ്വർഗീയ യാത്രയ്ക്കകത്ത് മുൻപോട്ട് പോകാൻ കഴിയാതെ പിന്മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ യാത്രാമധ്യേ വീണു പോകുക. വിശ്വാസത്യാഗം സംഭവിക്കുക. വിശ്വാസത്യാഗം സംഭവിച്ചാൽ അവർ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകുക. കേൾക്കുന്നുണ്ടോ? ഈ കാലഘട്ടം നിങ്ങൾ പരിശോധിച്ച വിശ്വാസത്യാഗികളെ കൊണ്ട് നിറയപ്പെട്ടൊരു കാലഘട്ടമാണ്. ഇന്ന് വിശ്വാസത്തിൽ ആണ്, പക്ഷെ നാളെ അവർ ആഗ്രഹിക്കുന്ന ചില അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുക. വിശ്വാസത്യാഗം സംഭവിക്കാതിരിക്കണം. വിശ്വാസത്യാഗം സംഭവിച്ചാൽ നാം ചെയ്യുന്നത് എന്താണെന്നറിയോ? യേശുവിനെ വീണ്ടും ക്രൂശിക്കുകയും 2 അവന് ലോകാപവാദം വരുത്തുകയാണ്. ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. നാം നിമിത്തം യേശുവിന്റെ നാമം ദുഷിക്കപ്പെടരുത്. കേൾക്കുന്നുണ്ടോ? ഞാൻ നിമിത്തം, എൻ്റെ ജീവിതം നിമിത്തം, എൻ്റെ ശുശ്രൂഷ നിമിത്തം, എൻ്റെ കുടുംബജീവിതം നിമിത്തം, എൻ്റെ കുടുംബം നിമിത്തം യേശുവിന്റെ നാമം ഒരിക്കലും ദുഷിക്കപ്പെടരുത്. നമ്മെ നോക്കിയിട്ട് പലരും അഭിപ്രായപ്പെടണം, നല്ലൊരു ദൈവദാസനാണ്, നല്ലൊരു ദൈവ മനുഷ്യനാണ്, നല്ല പ്രാർത്ഥിക്കുന്നൊരു ദൈവയില്ല എന്നൊരു അഭിപ്രായം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ലോകത്തെ ബോധിപ്പിക്കണ്ട എന്ന് പറയാറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരു സാക്ഷ്യമുള്ളവരായി നാം മാറണം.
സാക്ഷ്യമുള്ളവരായി മാറണം. വിശ്വാസത്യാഗം സംഭവിക്കുക. വിശ്വാസത്യാഗം സംഭവിക്കുമ്പോൾ യേശുവിനെ ക്രൂശിക്കുന്നവരും അവൻ ലോകാപവാദം വരുത്തുന്നവരുമായി ജനം മാറുമ്പോൾ അവർക്ക് ലഭ്യമാകുന്ന കടുത്ത ശിക്ഷ എന്തെന്നറിയോ? 8-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ അവസാനം ഇങ്ങനെ പറയുക, ചുട്ടുകളക അത്രേ അതിന്റെ അവസാനം. ഇപ്പൊ പിന്മാറിപ്പോയാൽ, യേശുക്രിസ്തുവിനെ സ്തോത്രം ക്രൂശിക്കുക, ലോകവാദം വരുത്തുക എന്ന രീതിയിലേക്ക് തിരിഞ്ഞാൽ അവസാനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു നരകമാണ്. സ്തോത്രം. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. പിന്മാറരുത്. വിശ്വാസത്തിൽ തീവ്രതയോടെ നിൽക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ ഉറപ്പോടെ നിൽക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, ദൈവത്തെ അറിഞ്ഞ ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. പ്രതിസന്ധികൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, പിടിച്ച വിശ്വാസത്തിന് വേണ്ടി നിവരോടെ ചങ്കും നെറ്റിയും കൊടുത്ത് നിവരോടെ നിൽക്കണം. ഹല്ലേലൂയ. പിന്മാറിപ്പോകരുത്. പ്രതിസന്ധികൾ വരുമെന്ന്, വെല്ലുവിളികൾ വരുമെന്ന്, പക്ഷെ അതിനകത്ത് ഉറപ്പോടെ നിൽക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ഇനി എനിക്ക് അടുത്ത ഭാഗം ഒന്ന് സഭയോട് വിശദീകരിക്കണം. നിങ്ങൾ എല്ലാവരും കേൾക്കണം കേട്ടോ. സഭയോട് അല്ലെങ്കിൽ എബ്രായ ക്രിസ്ത്യാനികളോട് പൗലോസ് നടത്തുന്ന ഒരു പ്രശംസാവഹമായ കാര്യമുണ്ട്. അത് 10-ാമത്തെ വാക്യമാണ്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. കേൾക്കുന്നുണ്ടോ? അപ്പൊ സഭയോട് അല്ലെങ്കിൽ എബ്രായ ക്രിസ്ത്യാനോട് പറയാണ്, ഇതൊക്കെ വിശ്വാസത്യാഗമൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നെങ്കിലും പിന്മാറിപ്പോകുന്നെങ്കിലും നിങ്ങൾക്കൊരു ഗുണമുണ്ട്. എന്താ ഗുണം എന്നറിയോ? നിങ്ങള് വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും എന്ന് പറഞ്ഞാൽ ഭൂതവും വർത്തമാനകാലം, ഭൂതകാലം വർത്തമാനകാലം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചു. ഇപ്പോഴും നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. അതൊന്നും മറന്നു കളയാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. കേൾക്കുന്നുണ്ടോ സഭ? റിജോയ്സ് മിനിസ്ട്രിയിലെ ദൈവമക്കൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുത്തതും കർത്താവിന് വേണ്ടി ചെലവാക്കിയതും കർത്താവിന് വേണ്ടി നിന്നതും കർത്താവിന്റെ നാമത്തെ പ്രതി അധ്വാനിച്ചതും ഒന്നും മറന്നു കളയാൻ എന്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഞാൻ വിശദീകരിക്കാൻ പോവാ, കേൾക്കണം. മറക്കുന്നൊരു സമൂഹത്തിനകത്താണ് നാം താമസിക്കുന്നത്, അല്ലേ? ഇന്നൊരു ഉപകാരം ചെയ്താൽ നാളെ അവർ മറക്കും. ഇന്നൊരു നന്മ ചെയ്താൽ നാളെ കണ്ടിട്ടില്ലാത്ത ഭാവം കാണിക്കും. പക്ഷേ നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ വിശേഷത എന്താണെന്നറിയോ? അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഞാൻ ഇങ്ങനെ വചനം വായിച്ചപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിനകത്ത് വചനത്തെ ഇങ്ങനെ പ്രകാശിപ്പിച്ചു തന്നപ്പോ ഒത്തിരി വാക്യങ്ങൾ എന്റെ ഹൃദയത്തിനകത്ത് വന്നു. 115 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഇങ്ങനെയാ, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. നിങ്ങൾക്കറിയാമോ, ഹന്നയെ ദൈവം ഓർത്തെന്ന വചനം ഓർത്തപ്പോൾ അവിടെ ഗർഭം അങ്ങ് തുറന്നു. ഇനി നോഹയും കുടുംബത്തെയും ഓർത്തപ്പോ ആ അരാരത്ത് പറയുന്ന പർവ്വതത്തിന് നിറകിൽ ആ കുടുംബത്തെ ദൈവം ഉറപ്പിച്ചെങ്കിൽ ദൈവം ഓർത്താൽ നിന്റെ സ്ഥിതി തിരിയുമെന്ന് തിരിച്ചറിയണം. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെ മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 49-ാം അധ്യായത്തിൽ അകത്ത് നാം പലപ്പോഴും വായിച്ചു വിടാറില്ലേ, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നമ്മുടെ ദൈവത്തിന്റെ വിശേഷത എന്താണെന്നറിയാമോ? അവൻ നമ്മെ ഓർക്കുന്ന ദൈവം. ഹല്ലേലൂയ. ജോസ് മിനിസ്ട്രിയിലെ ദൈവമക്കളെ, നിങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? ആരും കാണാതെ. നിങ്ങൾ ശുശ്രൂഷിച്ചിട്ടുണ്ടോ പലർക്കു വേണ്ടി? അവരുടെ ആപത്ഘട്ടത്തിനകത്ത് നിങ്ങൾ അവരെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ? ആരും കണ്ടില്ലെങ്കിലും ഇതെല്ലാം കണക്കിട്ട് കൂലി നൽകുന്നൊരു ദൈവമുണ്ട്.
ഹുറബ, ഖറ്റാറബ, സന്തൽക്കരാതി. ഞാൻ ചിലരോട് വിരച്ചൂണ്ടി, എനിക്ക് ആ ചർച്ചിന്റെ അകം നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ചിലരോട് വിരച്ചൂണ്ടി പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്തത് 2020-ലോ 2021-ലോ 2025-ലോ 26-ലെ ഈ ജൂലൈ മാസത്തിലോ നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുത്തതൊന്നും മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. അവൻ ഓർമ്മയുടെ പുസ്തകത്തിനകത്ത് അതെല്ലാം എഴുതി വയ്ക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം അത് കണക്കിടും. ഓ, ആ ക്രൂശിന്റെ ചുവട് താങ്ങിപ്പിടിച്ച കുറേനേക്കാനായ ഷീമോന്റെ മക്കളെ കർത്താവിൽ പ്രസിദ്ധരായ റൂഫോസും അലക്സാണ്ടറും എന്ന പേരിലേക്ക് ദൈവം കൊണ്ടുവന്നെങ്കിൽ അവൻ നമ്മെ ഓർക്കുന്ന ദൈവമല്ലേ? ഓർക്കുന്ന ദൈവമല്ലേ? യേശുവിൻ നാമത്തിൽ ആ പ്രതിസന്ധി വന്നിട്ടും നിങ്ങൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ചത് അവൻ ഓർക്കും, കണക്കിടും. ഇന്നല്ലെങ്കിൽ നാളെ തലമുറ അത് കൊയ്തെടുക്കും. യേശുവിൻ നാമത്തിൽ ജയം. ഞാൻ ഇന്ന് പകല് വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോ കർത്താവ് എനിക്ക് നൽകിയൊരു വചനത്തിന്റെ ഒരു വെളിപ്പാടുണ്ട്. ഞാനത് പറഞ്ഞ് ഈ സംഭവത്തോടനുബന്ധിച്ച് തന്നെയാണ്. നിങ്ങൾ കേട്ടോ പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ഈ യോസഫ് കാരാഗൃഹത്തിനകത്ത് കിടക്കുക. യോസഫ് കാരാഗൃഹത്തിനകത്ത് കിടക്കുന്നത് മോഷണക്കുറ്റം ചെയ്തുകൊണ്ടാണോ? പറ. എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ട്? കൊലക്കേസിന്റെ പ്രതിയാണോ യോസഫ്? അല്ല. യോസഫ് കാരാഗൃഹത്തിൽ കിടക്കുന്നത് തനിക്ക് നേരെ ഉയർന്നു പൊങ്ങിയ ഒരു പ്രലോഭനങ്ങൾക്കകത്ത് ഓടിപ്പോയ സമയത്ത് ആ പ്രലോഭനകത്തകത്ത് തെളിവ് സഹിതം ഒരു സ്ത്രീ തന്നെ സ്തോത്രം താൻ ആ പ്രലോഭനത്തിനകത്ത് ഓടിപ്പോകുന്ന സമയത്ത് കുറ്റം ചാർത്തി പൊത്തിപ്പേന്റെ അധികാരം കൊണ്ടാണ് ഇതാ യോസഫ് കാരാഗൃഹത്തിനകത്ത് വന്നത്. അല്ലേ? നിരപരാധിയാണ് യോസഫ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ സ്ത്രീയാണ് തെറ്റുകാരി. പക്ഷേ പൊത്തിപ്പേനോട് പറഞ്ഞു കൊടുത്തു, ഈ തെറ്റ് ചെയ്യാൻ യോസഫ് പ്രേരിപ്പിച്ചു. ഇതുകൊണ്ട് പൊത്തിപ്പേർ തന്റെ അധികാരത്തിൽ നിന്ന് യോസഫിനെ കാരാഗൃഹത്തിൽ അടക്കിയ. കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ധാരാളം ചിന്തകൾ ഹൃദയത്തിനകത്ത് യോസഫിനെ വന്നു കാണും. കാരണം ആ സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തി, എല്ലാവരും അവന് നേരെ തിരിഞ്ഞു. ഇപ്പോ ആക്കി വെച്ച ജോലിയിൽ യജമാനും എന്നോട് കണ തോന്നാതെ, എന്നെ വിശ്വസിക്കാൻ കഴിയാതെ, യജമാന്റെ ഭാര്യയുടെ സ്തോത്രം ആ വല്ലാത്ത വാക്ക് കേട്ട് ഇപ്പോൾ എന്നെ കാരാഗൃഹത്തിൽ അടച്ചിരിക്കും. ദൈവമേ, എന്നെ മറന്നു കളഞ്ഞു. ഒത്തിരി ചോദ്യമുണ്ട്. പക്ഷെ കാരാഗൃഹത്തിനകത്ത് കിടക്കുമ്പോൾ ഇതാ യോസഫ് കിടക്കുന്ന കാരാഗൃഹത്തിനകത്തേക്ക് അന്നത്തെ ഭറവോ 2 പേരെ ആ കാരാഗൃഹത്തിനകത്ത് കൊണ്ടുവന്ന് വീണ്ടും അടച്ചു. ഒന്ന് അപ്പക്കാരുടെ പ്രമാണി, 2 പാനപാത്രവാഹകന്റെ പ്രമാണി. ഈ 2 പേരും ഒരു ദിവസം വന്നപ്പോഴൊക്കെ മുഖം വാടിയെങ്കിലും പിന്നീട് ഒരു ദിവസം കിടന്നുറങ്ങി പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോ അവരുടെ മുഖം വീണ്ടും മ്ലാനമാകുക. ഈ കാഴ്ച യോസഫ് ശ്രദ്ധിച്ചു. ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഭവിച്ചേ? പെട്ടെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ 2 സ്വപ്നം കണ്ടു. 2 പേരും ഓരോ സ്വപ്നം കണ്ടു. അപ്പോൾ അവർ പറഞ്ഞ സ്വപ്നങ്ങൾ നിങ്ങൾക്കറിയാം. ആ സ്വപ്നം കണ്ടപ്പോ അപ്പക്കാരന്റെ പ്രമാണിയോട് യോസഫ് പറഞ്ഞു, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്നറിയോ? രാജാവ് നിന്നെ വിളിച്ചിട്ട് നിന്നെ ജോലി കയറ്റാതെ 3 ദിവസം കഴിഞ്ഞ് നിന്നെ കൊന്നുകളെ. അപ്പക്കാരന്റെ പ്രമാണിയോട് പറഞ്ഞ സന്ദേശം അതാ. പാനപാത്രവാനോട് പറഞ്ഞു, ഇനി നിന്നെ ജോലിയിൽ തിരിച്ചെടുക്കാൻ പോവാ. ഇത് പറഞ്ഞിട്ട് യോസഫ് പറഞ്ഞു, നിന്നെ ജോലിയിൽ തിരിച്ചെടുക്കുമ്പോൾ നീ എന്നെയും കൂടെ ഒന്ന് ഓർക്കണം. കേൾക്കുന്നുണ്ടോ? എന്നെയും കൂടെ ഒന്ന്, നമ്മൾ പലപ്പോഴും പറയാറില്ലേ, തമാശക്കാണെങ്കിലും പറയാനില്ലേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഓർക്കണമെന്ന്. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഓർക്കണം. നമ്മുടെ കർത്താവിനോട് കള്ളം പറഞ്ഞ വാക്ക്, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഓർക്കണം. അതുപോലെ തന്നെ ഈ പാനപാത്രവാനോട് പറഞ്ഞു, നീ എന്നെ ഓർക്കണം കേട്ടോ. പക്ഷേ വേദപുസ്തകം പറയുന്നു, പാനപാത്രവാഹകൻ യോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഈ യോസഫിനെ പാനപാത്രവാഹകൻ അന്ന് മറന്നത് നന്നായി. കേൾക്കുന്നുണ്ടോ? അന്ന് മറന്ന് നന്നായി എന്ന് പറയാൻ കാര്യം എന്താ? അന്ന് ഓർത്ത് ഫറവോയോട്, ഇങ്ങനെ ഒരു വ്യക്തി യോസഫ് കാരാഗൃഹത്തിൽ കിടക്കുന്നുണ്ട്, അവൻ നിരപരാധിയാണ്, അവനെ വിടുവിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്ത് വിടുവിച്ച് പുറത്ത് യോസഫിനെ എടുത്താൽ യോസഫിനെ ഫറവോ സ്വതന്ത്രമാക്കും. പക്ഷേ അവൻ വീണ്ടും ഒരു സാധാരണക്കാരനായി ജീവിക്കേണ്ടി വരും. കേൾക്കുന്നുണ്ടോ? പക്ഷേ
ഓർക്കേണ്ട സമയത്ത് ദൈവം ഓർത്താൽ, ഞാൻ പറയും ദൂത് മനസ്സിലാകുന്നു, ആ സമയത്ത് പാനപാത്രവാഹകൻ മറന്നു കളഞ്ഞ് നന്നായി. അല്ലെങ്കിൽ ഒരു സാധാരണ ജോലിയിലേക്കോ ഒരു സാധാരണ ശേഷം മനുഷ്യനെ പോലെ യോസഫ് തിരിഞ്ഞേനെ. പക്ഷേ സ്തോത്രം, രാജാവ് ഒരു സ്വപ്നം കണ്ടപ്പോ അപ്പോഴാണ് പാനപാത്രവാഹകൻ യോസഫിനെ ഓർക്കുന്നത്. കേൾക്കുന്നുണ്ടോ? പലരുമൊക്കെ പല ഘട്ടങ്ങളിലും നമ്മെ മറന്ന് കളഞ്ഞ് നന്നായി. ചിലരോട് ആത്മാവ് ഇടപെടുക. നിന്റെ കുടുംബക്കാർ, നിന്റെ സ്നേഹിതർ, നിന്റെ രക്തബന്ധങ്ങൾ ആ ഘട്ടത്തിൽ നിന്നെ മറന്ന് നന്നായി. കാരണം അന്ന് നിന്നെ ഓർത്തെങ്കിൽ നീ ഒരു ചെറിയ സ്ഥാനത്തിനകത്ത് ഒതുങ്ങിയേനെ. പക്ഷേ ദൈവം ചില കാര്യങ്ങളെ അവരെ ഓർപ്പിച്ചപ്പോ, ഫറവോയുടെ കൊട്ടാരത്തിനകത്ത് രണ്ടാമത്തെ രഥത്തിലേറാൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്ന, ഞാൻ ചിലരോട് ആത്മാവിൽ പ്രവചിക്കുക, ചിലരൊക്കെ പല ഘട്ടങ്ങളിൽ നമ്മെ മറന്ന് നന്നായി. ആ ശുശ്രൂഷയ്ക്കകത്ത് പലരും മറന്നത് നന്നായി. ആ ശുശ്രൂഷയ്ക്കകത്ത് അന്നോർത്തെങ്കിൽ ഒരു ചെറിയ ശുശ്രൂഷ ചെയ്ത് നീ അവസാനിച്ചേനെ. പക്ഷെ ദൈവാത്മാവ് പറയുന്നത് അന്ന് മറന്ന് നന്നായി. കാരണം എന്താണെന്നറിയോ? നിന്നെ കാത്തിരിക്കുന്നത് ഒരു വലിയ ശുശ്രൂഷയായതുകൊണ്ട്, നിന്നെ കാത്തിരിക്കുന്നത് വലിയൊരു ശുശ്രൂഷയായതുകൊണ്ട്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞു പറ. ചിലരൊക്കെ മറന്ന് നന്നായി. നമ്മൾ അല്ലേലും പറയാറില്ലേ, അല്ലേലും അവനെന്നെ മറന്നുപോയെന്ന്, അല്ലേലും അവരെന്നെ മറന്നു. അതൊക്കെ നന്നായെന്ന് പറയണം. ദൈവം ഓർപ്പിച്ചാൽ, ദൈവം ചിന്തയെ ഓർപ്പിച്ചാൽ അത് നമ്മുടെ വഴിത്തിരിവിന്റെ ദിവസങ്ങളാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു, എല്ലാവരും കേട്ടോ. ഒരിക്കൽ യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ എഗസ്കിയാവിന്റെ അടുക്കിലേക്ക് എന്ന് കൊട്ടാരത്തിൽ രാജധാനിയിൽ സിംഹാസനത്തിന്റെ അകത്ത് ഇരിക്കുന്ന ഹിസ്കിയാവിന്റെ മുഖത്തേക്ക് നോക്കി പ്രവാചകൻ ദൂത് പറഞ്ഞു. പ്രവാചകൻ ദൂത് പറഞ്ഞ എന്താണെന്നറിയോ? അത്രയും സുഖമുള്ള ദൂതല്ല. ഹിസ്കിയാവേ, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കോ, നീ മരിച്ചു പോകും. ഇത് കേട്ട ഉടനെ ആരവിടെ? ഇവന്റെ തലയറുത്ത് താലത്തിൽ കൊണ്ടുവരിക എന്നല്ല ഹിസ്കിയാവ് പറഞ്ഞേ. പ്രവാചകൻ ഈ ദൂത് പറഞ്ഞ് തിരിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഹിസ്കിയാവ് ചെയ്ത കാര്യം എന്താണെന്നറിയോ? താൻ സിംഹാസനത്തിന് താഴെ ഇറങ്ങിയിട്ട് ചുവരിന് നേരെ തലവിരിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ, ഞാൻ വിശ്വസ്തയോടുകൂടെ ഏകാഗ്രതയോടുകൂടെ നിന്റെ നാമത്തിന് വേണ്ടി ചെയ്തത് ഒന്നോർക്കണം. ഒന്നോർക്കണമെന്ന് ഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രവാചകൻ നടുമുറ്റം വിട്ടുപോകും മുമ്പേ യെശയ്യാവിനോട് ദൈവം പറയുക, നീ ചെന്ന് ഹിസ്കിയാവിനോട് തിരിച്ചു പറ, അവന്റെ ആയുസ്സിനോട് 15 വർഷം കൂടെ ഞാൻ കൂട്ടാൻ പോകുകയാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമീൻ പറ. ദൈവം ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മുടെ തലമുറകളെ ഓർക്കാൻ പോകുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ഓർക്കാൻ പോകുക. ഞാൻ പലരോടും ആത്മാവിൽ ഇതിനകത്ത് സന്ദേശം വന്നു. യൗവനക്കാരെ, മാതാപിതാക്കന്മാരെ, ഇന്ന് രാത്രി ഈ വൈകുന്നേര സമയം ദൈവാത്മാവ് നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, ദൈവം ഓർക്കുന്ന വർഷമാണ് 2026. നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവം നിങ്ങളെ ഓർക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ആരോഗ്യ വിഷയത്തിനകത്ത് ദൈവം നിങ്ങളെ ഓർക്കാൻ പോകുകയാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇതാ ദൈവത്തിന്റെ വചനത്തിൽ പറയും, എബ്രായ ക്രിസ്ത്യാനികൾ കർത്താവിന്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് അത് മറന്നു കളയാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. എത്ര പേർക്ക് ആ വചനത്തെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഇനി അടുത്ത നാം വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ മടങ്ങി വന്ന് ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. 6-ാം അധ്യായം 12-ാം വാക്യമാണ് നാം വായിച്ചത്. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. സഭയോട് പൗലോസ് പറയുക, ആ എബ്രായ ക്രിസ്ത്യാനികളുടെ പൗലോസ് പറയുക, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. ഈ മന്ദത എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മന്ദത എന്ന വാക്കിന്റെ അർത്ഥം ആത്മീയ ഉദാസീനത, അലസത, ആത്മീയ ഉറക്കമെന്നാണ്. കേൾക്കുന്നുണ്ടോ? ആത്മീയ ഉദാസീനത, അലസത, ആത്മീയ ഉറക്കം. നൊത്രോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ മന്ദത എന്ന പദം ഇവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ശാരീരിക മടിയല്ല,
മറിച്ച് ആത്മീയ കാര്യങ്ങളോട് പ്രതികരിക്കാൻ മടിച്ച് വിശ്വാസത്തിൽ വളരാതെ ഒരേ സ്ഥലത്ത് തന്നെ നിശ്ചലമായി നിൽക്കുന്ന ഒരു ആപൽക്കരമായ അവസ്ഥയാണ് നെത്രോസ് എന്ന് പറഞ്ഞാൽ മന്ദത. കേൾക്കുന്നുണ്ടോ? ഞാനൊന്നുകൂടെ പറയാം. ഇത് ശാരീരികമായ ഒരു ക്ഷീണമല്ല, ശാരീരികമായിട്ടൊരു മടിയല്ല. ശാരീരിക ക്ഷീണം എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷേ ശാരീരിക ക്ഷീണങ്ങളെക്കാൾ ഉപരി ആത്മീയ കാര്യങ്ങളോട് പ്രതികരിക്കാൻ മടിച്ച് വിശ്വാസത്തിൽ വളരാൻ കഴിയാതെ നിശ്ചലമായി കിടക്കുന്ന ഒരു അവസ്ഥയില്ലേ, അതിനെയാണ് ആത്മീയ മന്ദത എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? അപ്പൊ നാം തമ്മിൽ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നു. നാം ആത്മീയ മന്ദതയുള്ളവരാണ്. ഞാൻ ശാരീരിക ബലഹീനതയല്ല പറയുന്നു, ഒന്നുകൂടെ പറയുന്നു, കൈക്കും കാലിനും വേദനയല്ല പറയുന്നേ, ശരീരത്തിന്റെ വേദനയെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, മറിച്ച് ആത്മീയ കാര്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയാതെ വിശ്വാസത്തിൽ വളരാൻ കഴിയാതെ ആ ഫ്രീസായി നിൽക്കുന്ന അനുഭവമില്ലേ, അതാണ് ആത്മീയ മന്ദത. കേൾക്കുന്നുണ്ടോ? ഞാൻ വിശദീകരിക്കാം. ആത്മീയ മന്ദത, ആത്മീയ ഉറക്കമെന്ന് ഞാനൊന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരാം. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കർത്താവിനെ പിടിക്കാൻ വരുന്ന സമയത്ത് യേശു ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എത്ര ശിഷ്യന്മാരെ കൊണ്ടുവന്നു? 11 പേരെ കൊണ്ടുവന്നു. ഇപ്പൊ യൂദയില്ല. 8 ശിഷ്യന്മാർ ഒരു സ്ഥലത്തെത്തി. പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ വേറിട്ട് കൊണ്ടുപോയി യേശു പ്രാർത്ഥിക്കുന്ന വിഷയം എന്താ? ഒന്നാമത് പ്രാർത്ഥിക്കുന്ന വിഷയം, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നെ മേൽ നിറവേറണം എന്ന് യേശു പ്രാർത്ഥിച്ച്, പ്രാർത്ഥനയുടെ തീവ്രതയിൽ ഇങ്ങനെ യേശു പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്യുക? ആത്മാവിൽ ജാഗരിക്കുകയാണോ? സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുകയാണോ? അല്ല, ശിഷ്യന്മാർ ഉറങ്ങുക. പെട്ടെന്ന് യേശു ചോദിച്ചു, പത്രോസേ, ഒരു നാഴിക പോലും എന്നോട് കൂടെ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? എത്ര അത്ഭുതം ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത, എത്ര വീര്യപ്രവൃത്തി ഞാൻ നിനക്ക് വേണ്ടി വ്യക്തിപരമായി ചെയ്തതാ, എനിക്ക് വേണ്ടി ഒരു നാഴിക പോലും ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് യേശു പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം എന്ന് പറഞ്ഞിട്ട് യേശു വീണ്ടും പോയി പ്രാർത്ഥിച്ചു. വചനം യേശു പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോ വീണ്ടും ശിഷ്യന്മാർ പ്രാർത്ഥിക്കുകയാണോ? ആണോ? ശിഷ്യന്മാർ ആത്മാവിൽ ജാഗരിക്കുകയാണോ? അല്ല, ശിഷ്യന്മാർ വീണ്ടും ഉറങ്ങുക. യേശു പറഞ്ഞു, മടുത്തു പോകാതെ അല്ലെ ഉണർന്നു പ്രാർത്ഥിപ്പിക്കും. യേശു വീണ്ടും പോയി പ്രാർത്ഥിച്ച് വചനം ചൊല്ലി പ്രാർത്ഥിച്ചെന്ന വീണ്ടും പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോ ശിഷ്യന്മാർ ഉറങ്ങുമ്പോൾ യേശു പറഞ്ഞു, ഉണർന്ന് പ്രാർത്ഥിക്കാനല്ല, ഇല്ല, ഇനി ഉറയിക്കോ, നാഴിക വന്നിരിക്കുന്നു. ഇനി കേട്ടോണം നിങ്ങൾ, ആത്മീയമായ ഉറക്കം സംഭവിച്ച ശിഷ്യന്മാർക്കുണ്ടായ പരാജയം എന്താ? അല്ലെങ്കിൽ പത്രോസിനുണ്ടായ പരാജയം എന്താ? ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഈ ശിഷ്യന്മാർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യൂദ എവിടെയാ? വീടിനകത്ത് കിടന്നുറങ്ങുവാണോ? അല്ല, യൂദ ഉണർന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം പറഞ്ഞ് പിശാച് അവന്റെ അകത്ത് കടന്നു എന്നാണ്. അപ്പൊ പിശാച് കടന്ന യൂദ അല്ലെങ്കിൽ പിശാചായവൻ ഇപ്പൊ ഉണർന്ന് യേശുവിനെ തകർക്കുവാനുള്ള കാര്യനടപടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ യേശുവിന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം, പിശാച് ഏത് ഘട്ടത്തിലും ആക്റ്റീവ് ആകട്ടോ. കേൾക്കുന്നുണ്ടോ? നമ്മൾ ഉറക്കം തൂങ്ങുമ്പോഴും നമ്മൾ അലസരായിട്ട് മുൻപോട്ട് പോകുമ്പോഴൊക്കെ പിശാച് ഭയങ്കര ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. യൂദ ഉറങ്ങാതെ ആക്റ്റീവ് ആകുമ്പോ ഇതാ ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ ഇരിക്കുന്നവർ ഉറങ്ങുക. ഞാൻ ഇന്ന് രാത്രിയിലും ദൈവസഭയുടെ ആത്മാവിൽ പ്രവചിക്കുക, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് സഞ്ചരിക്കുക. അത് രാത്രിയെന്നില്ല, പകലെന്നില്ല കേട്ടോ. ഇന്ന് രാത്രിയിലും ആത്മാവ് ഇടപെടുക. പിശാച് ഇത്ര ആക്റ്റീവ് ആകുമ്പോ നാം അതിനേക്കാൾ ആക്റ്റീവ് ആണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൈവസഭയോട് പറയുന്നു, പിശാച് വളരെ ആക്റ്റീവായി അവന്റെ തന്ത്രമന്ത്രങ്ങൾ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുമ്പോ ദൈവമക്കളാകുന്ന നാം ഉറങ്ങിയും ക്ഷീണിച്ചും ഉണങ്ങിയും ക്ഷീണിച്ചും മയങ്ങിയും ഇരിക്കേണ്ട ദിവസമല്ല, മറിച്ച് നാം ആത്മാവിൽ ഉണരണം. ആത്മാവിൽ ഉണർന്നേ പറ്റൂ. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഇവർ ക്ഷീണിച്ചു മയങ്ങിപ്പോയപ്പോ പരാജയം ഒത്തിരി ഉണ്ടായി. പരാജയം ഉണ്ടായ കാര്യം ഞാൻ ഒന്ന് വേഗത്തിൽ പറയാം, സമയമില്ല, വേഗത്തിൽ പറയാം, എല്ലാവരും കേട്ടോണം. പത്രോസ്
യേശുവിനെ പിടിക്കാൻ വന്നപ്പോ, യേശുവിനെ പിടിക്കാൻ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ വന്നപ്പോ പത്രോസ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് തന്റെ കയ്യിൽ കരുതിയിരിക്കുന്ന വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന്റെ കഴുത്തിന് കഴുത്തിന് കൊണ്ടോ? ഇല്ല, കഴുത്തിന് കൊണ്ടില്ല, കാതേ കൊണ്ടു. കാതടർന്ന് താഴേക്ക് വീണു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഈ ആത്മീയ ഉറക്കം സംഭവിച്ചാൽ പിന്നെ നാം പ്രയോഗിക്കുന്ന മുഴുവൻ ജഡീക ആയുധങ്ങളായിരിക്കും. പുതിയ നിയമത്തിൽ ജഡീക ആയുധങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ കരുത്തുള്ളവയാണ്. അല്ലേ? ദൈവത്തിന്റെ സർവായുധ വർഗത്തിനകത്ത് എന്തെങ്കിലും വടിവാളുണ്ടോ? കുറുവടിയുണ്ടോ? ഇല്ല. ഈ സർവായുധ വർഗത്തിനകത്ത് വിശ്വാസം എന്ന പരിചയ, നീതി എന്ന കവചമാണ്. കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ രാമയും പറ. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം. ആത്മീയ ഉറക്കം സംഭവിച്ചാൽ പിന്നെ നമ്മൾ വാക്കുകൊണ്ട് പോരാടും. വാക്കുകൊണ്ട് നമ്മൾ പലരെയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. നമ്മൾ വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചില ബലം കൊണ്ട് അതിനെയൊക്കെ കീഴടക്കാൻ ശ്രമിക്കും. പക്ഷേ ആത്മീയ ഉറക്കം അത് വലിയ പരാജയത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുക. പത്രോസ് ജഡീയ ആയുധങ്ങൾ പ്രയോഗിച്ചു. ഇനി ജഡീയ ആയുധം പ്രയോഗിച്ചപ്പോൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടോ? ഇല്ല, ലക്ഷ്യം തെറ്റിപ്പോയി. വെട്ടേണ്ടത് കഴുത്താ, പക്ഷെ ലക്ഷ്യം മാറി. കഴുത്തിന് കൊണ്ടില്ല, ചെവിക്കാവുണ്ടേ എന്ന് പറഞ്ഞാൽ എവിടെയാണോ സ്തോത്രം ഈ ആയുധം ചെന്ന് ഫലിക്കേണ്ടത് അവിടേക്ക് കൊള്ളാതെ ലക്ഷ്യം മാറിപ്പോയി. കാരണം എന്താ? ഉറങ്ങുക. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇനി വേദപുസ്തകം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവിനെ അവർ തള്ളിപ്പറഞ്ഞെന്ന്. അടുത്തത്, അവരെല്ലാം ആ തോട്ടം വിട്ടോടിപ്പോയി. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുക. ആത്മീയ ഉറക്കം സംഭവിച്ചാൽ ഭയങ്കര പരാജയം ഉണ്ടാവും. അതുകൊണ്ട് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. മന്ദതകളൊക്കെ അവസാനിപ്പിക്കുക. മന്ദതകളൊക്കെ മാറട്ടെ, ആത്മീയ മന്ദതകൾ മാറട്ടെ. എന്നിട്ട് പൗലോസോട് പറയുക, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തം അവകാശമാക്കുന്നവരുടെ അനികാരികളായി തീരും. ഞാനിനി പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ പറയുന്നു വാഗ്ദത്തം അവകാശമാക്കുക. നമുക്ക് എല്ലാവർക്കും വാഗ്ദത്തം ഉണ്ട്. ഞാൻ പറയുന്നത് നിത്യജീവൻ എന്ന വാഗ്ദത്തമല്ല, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തെ കുറിച്ച് മാത്രമല്ല. ഞാൻ ഇന്ന് ഈ വൈകുന്നേര സമയം നമ്മോട് പറയുന്നത് നിത്യജീവൻ നമ്മുടെ വാഗ്ദത്തമാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ വാഗ്ദത്തമാണ്. പക്ഷെ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മോട് പറഞ്ഞ ചില ദൈവിക പ്രവചന ദൈവശബ്ദങ്ങളുണ്ട്. അതൊരു വാഗ്ദത്തമായി ചിത്രീകരിച്ചുകൊണ്ടാണ് അടുത്തത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവം നമ്മുടെ മേൽ വാഗ്ദത്തങ്ങൾ പകർന്നിട്ടുണ്ട്. പക്ഷെ വാഗ്ദത്തങ്ങൾ പകരുമ്പോൾ തന്നെ അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്കിങ്ങനെയാ, വാഗ്ദത്തങ്ങളെ അവകാശമാക്കണം. ഒന്ന് വാ തുറന്ന് പറയാമോ നിങ്ങൾക്ക്? വാഗ്ദത്തങ്ങളെ അവകാശമാക്കണം. മനസ്സിലാവുന്നുണ്ടോ? വാഗ്ദത്തം ഉണ്ട്, മുമ്പിൽ വാഗ്ദത്തം കിടക്കുക, പക്ഷെ അതിനെ അവകാശമാക്കണം. അതിനെ കൈനീട്ടി പിടിക്കണം, അതിനെ കൈവശമാക്കണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. വാഗ്ദത്തം മുമ്പിലെന്ന് പറഞ്ഞ് നമ്മളങ്ങ് മുമ്പോട്ട് പോകുകയല്ല. വാഗ്ദത്തം മുമ്പിലുണ്ടെങ്കിൽ അത് ഈ ദിവസം നാം കൈവശമാക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ പറയും ദൂത് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മാതാപിതാക്കന്മാരെ, ദൈവദാസന്മാരെ, പരിശുദ്ധമ വിടപെടുക. ചില വാഗ്ദത്തങ്ങളെ കൈവശമാക്കുന്ന ഒരാത്മമണ്ഡലം ദൈവസഭയ്ക്കകത്ത് തുറക്കപ്പെടട്ടെ. വാഗ്ദത്തം കൈവശമാക്കണം. ഇനിയിപ്പോ അപ്പൊ തന്നെ നമുക്ക് ചോദിക്കാൻ കഴിയുന്ന രണ്ട് ചോദ്യമുണ്ട്. വാഗ്ദത്തം ചെയ്തതാരാ? രണ്ട്, വാഗ്ദത്തത്തിന്റെ സവിശേഷത എന്താ? അത് രണ്ടും പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കാം. പെട്ടെന്ന് സമയം പോകുന്നു. ഞാൻ വേഗത്തിൽ കമ്പിവാചകത്തിൽ പറഞ്ഞ് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കുക. ഒന്ന്, വാഗ്ദത്തം ചെയ്തതാരാ? വാഗ്ദത്തം ചെയ്ത ആരാന്ന് പറഞ്ഞാൽ 6-ാം അധ്യായം 13-ാം വാക്യം, എബ്രായ ലേഖനം 6:13. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അപ്പൊ വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ ശ്രേഷ്ഠത എന്താ? ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് ഞാൻ പറയാം. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠത, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ ദൈവം ആണയിട്ടു അത് സംഭവിക്കുമെന്ന്. കേൾക്കുന്നുണ്ടോ? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന വാഗ്ദത്തം പറയുമ്പോൾ തന്നെ
ആ വാഗ്ദത്തം എങ്ങനെയാണ് ഇട്ടുറപ്പിച്ച്? ദൈവത്തിന് വലിയവനില്ല, ദൈവത്തിന്റെ വലിയവനില്ല, ദൈവത്തിന് വലിയവനെ കൊണ്ട് സത്യം ചെയ്യാനില്ലാഞ്ഞിട്ട് ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഈ വാഗ്ദത്തം സംഭവിക്കുമെന്ന്. അപ്പൊ അതിനകത്തെ സന്ദേശം എന്താണെന്നറിയോ? ദൂത് കേട്ടോണം, രാമയും പറഞ്ഞ് സ്വീകരിച്ചോണം. ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തം, ദൈവശബ്ദം, ദൈവീ അരുളപ്പാട്, അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവം മാറണം. കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ദൈവം മരിക്കണം. ദൈവം മരിക്കോ? ഇവിടുത്തെ മനുഷ്യ ദൈവങ്ങളൊക്കെ മരിക്കും, പക്ഷെ ദൈവം മരിക്കത്തില്ല. കേൾക്കുന്നുണ്ടോ? ദൈവം മാറാത്തവനായി നമ്മുടെ കൂടെയുള്ളിടത്തോളം കാലം വാഗ്ദത്തവും മാറില്ല. ധൈര്യപ്പെടുന്നുണ്ടോ നിങ്ങൾ? രാമയും പറഞ്ഞ് ദൈവവചനത്തെ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? ആ തലമുറയോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തം നടക്കാതിരിക്കണമെങ്കിൽ ദൈവം മാറണം. ദൈവം മാറുമോ? പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്റെ സമാധാനം നിങ്ങളെ വിട്ടുമാറില്ല. യഹോവയായ ഞാൻ മാറാത്തവൻ, യേശുക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യൻ. ദൈവം മാറുമോ? ദൈവം മാറത്തില്ലെങ്കിൽ, ദൈവം മരിക്കത്തില്ലെങ്കിൽ ആ വാഗ്ദത്തവും മരിക്കത്തില്ല, ആ വാഗ്ദത്തവും മാറത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമയും പറ, ദൈവം വെറുതെ മോഹിപ്പിക്കാൻ പറഞ്ഞ ദൈവമല്ല. എന്തെങ്കിലും പറഞ്ഞ് ആ വിഷയത്തിനകത്ത് നിന്നെ സ്തോത്രം, ആ വിഷയത്തിനകത്ത് അപ്പോൾ ആ മുഖം ഒന്ന് സന്തോഷിപ്പിക്കാൻ പറഞ്ഞ ദൂതല്ല, മറിച്ച് ദൈവം പറഞ്ഞത് കൃത്യതയോടുകൂടെയാണ്. ദൈവം പറഞ്ഞത് കൃത്യതയോടുകൂടെയാണെങ്കിൽ അത് മാറണമെങ്കിൽ ദൈവം മാറണം. മനസ്സിലാകുന്നെങ്കിൽ ആ വചനത്തോടൊന്ന് പ്രതികരിക്കും. ഞാൻ ഇത് പറയുമ്പോൾ ഒരു വലിയ ദൈവശക്തി നമ്മിലേക്ക് ഇറങ്ങി വരട്ടെ. ഈ ദിവസം എന്നെ ദൈവം കേൾപ്പിച്ച, എന്റെ ഭാവിയോട് ദൈവം കേൾപ്പിച്ച, എന്റെ ശുശ്രൂഷയോട് ദൈവം കേൾപ്പിച്ച ദൂത് മാറണമെങ്കിൽ ദൈവം മാറണം. ദൈവം മാറില്ല. ദൈവം മാറിപ്പോകാത്തത് കൊണ്ട് നമുക്ക് ഉറച്ചു വിശ്വസിച്ച് പറയാം, എന്നോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തവും മാറില്ല. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ ആ പറഞ്ഞ വാഗ്ദത്തം, അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ അടുത്ത ശ്രേഷ്ഠത ഞാൻ പറയാം. എബ്രായ ലേഖനം 10:23, പ്രത്യാശയുടെ സ്വീകാര്യത മുറുകെ പിടിച്ചു കൊടുക്കുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അപ്പൊ അടുത്ത ദൈവത്തിന്റെ വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ പ്രത്യേകത എന്താ? വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന. മൂന്നാമത്തെ പ്രത്യേകത പറയുന്നു, വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത പറയുന്നു, സംഖ്യാപുസ്തകം 23:19, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളിച്ചെയ്ത് നിവർത്തിക്കാതിരിക്കുമോ? വിശദം ഈ പ്രവചനം പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബാലാക്ക് എന്ന് പറയുന്ന ആ രാജാവ് ബിലയാമിനെ ഇസ്രായേലിനെതിരെ പ്രവചിക്കാൻ കൊണ്ടുവരുമ്പോൾ വാ തുറന്ന് പറയുന്ന മുഴുവൻ അനുഗ്രഹ. അങ്ങനെ അനുഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകനായ ബിലയാം പറയാ, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. അപ്പൊ മനുഷ്യൻ വ്യാജം പറയുന്ന നമുക്ക് മനസ്സിലായി. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. അടുത്തത്, അനുദപിപ്പാൻ മനുഷ്യപുത്രനല്ല എന്ന് പറയാൻ എന്താ അർത്ഥം? അനുദപിപ്പാൻ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് ഒരിക്കലും പറയില്ല. കേൾക്കുന്നുണ്ടോ? ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ട് അയ്യോ ആ വ്യക്തിയോട് അങ്ങനെ പറയണ്ടായിരുന്നു, അതെങ്ങനെ ചെയ്തു കൊടുക്കാൻ എന്നൊന്നും ദൈവം അനുദപിക്കത്തില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമായി നിർവഹിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന് തെറ്റു പറ്റില്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യർക്ക് തെറ്റുപറ്റാം, പക്ഷെ ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റില്ല. ഒരു കാര്യം 2026 ജൂലൈ മാസം ഇന്നേ തീയതിയിൽ നമുക്കൊരു അത്ഭുതം ചെയ്യുമെന്ന് ദൈവം ഇടപെട്ടെങ്കിൽ അയ്യോ അങ്ങനെ പറഞ്ഞു പോയല്ലോ, 2 ആഴ്ചയുടെ മുമ്പിലുള്ളല്ലോ, എങ്ങനെ സാധിക്കാനെന്ന് ദൈവം ഒരിക്കലും അനുഭവിക്കത്തില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ഈ മാസം ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറ. സ്തോത്രം. ദൈവത്തിന്റെ ശ്രേഷ്ഠത, അവൻ വ്യാജം പറയാൻ മനുഷ്യനല്ല, അനുദപിപ്പാൻ മനുഷ്യപുത്രനല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളിച്ചെയ്ത് നിവർത്തിക്കാതിരിക്കുമോ? ഇനി അടുത്തത് വാഗ്ദത്തത്തിന്റെ ശ്രേഷ്ഠത എന്താ? ദൈവത്തിന്റെ ശ്രേഷ്ഠത ഞാൻ പറഞ്ഞു. വാഗ്ദത്തത്തിന്റെ ശ്രേഷ്ഠത എന്താ? വാഗ്ദത്തത്തിന്റെ ശ്രേഷ്ഠത യോശുവയുടെ പുസ്തകം 21:45, യഹോവ ഇസ്രായേലിനോട് അരുളിച്ചെയ്ത വാഗ്ദത്തങ്ങൾ ഒന്നും വൃഥാവാകാതെ സകലവും നിവർത്തിയായി എന്ന് പറയുന്നത് എന്താ അർത്ഥം അറിയോ? ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ ആ വാഗ്ദത്തത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് നിവർത്തിയാകുന്ന വാഗ്ദത്തമാണ്.
ഒരു ദൈവശബ്ദം പറഞ്ഞാൽ അത് നിവർത്തിയാകും. എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ ദിവസങ്ങൾക്കകത്ത്, മാസങ്ങൾക്കകത്ത്, അല്ല കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞ ദൂത്, കഴിഞ്ഞ പകല് നിവർത്തീകരിക്കപ്പെട്ട എത്ര സംഭവങ്ങൾ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ദൈവം ഉറപ്പിച്ചു പറയുക, ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ, റിജോയ്സ് ദൈവസഭയെ, ഒരു ദൈവശബ്ദം പറഞ്ഞാൽ അത് നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. എൻ്റെ ദൈവം നിവർത്തിയുടെ ദൈവമാണ്. അടുത്ത ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും യേശു ക്രിസ്തുവിൽ ഊവെന്നാണ്. കേൾക്കുന്നവർക്കായി സ്തോത്രം. ഇനി പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് വിലയേറിയ വാഗ്ദത്തമാണ് ദൈവം നമ്മിൽ പകർന്നിരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയുന്നുണ്ട് ഈ ദിവസം വാഗ്ദത്തം അവകാശമാക്കുമ്പോൾ തന്നെ വാഗ്ദത്തം ചെയ്തതാരാ? വാഗ്ദത്തത്തിന്റെ സെറ്ററി എന്താ? എന്നിട്ട് പൗലോസ് അബ്രഹാമിനെ എടുത്തു കാണിച്ചിട്ട് പറയുക, അബ്രഹാം ഈ വാഗ്ദത്തം പ്രാപിക്കുവാൻ വിശ്വാസത്താലും ദീർഘക്ഷമയാലും കാത്തിരുന്നു. ഇന്ന് ഈ രാത്രിയിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാ, ഈ ദിവസങ്ങളിൽ വാഗ്ദത്തം കൈവശമാക്കാൻ വിശ്വാസം നമുക്ക് വേണം, 2 ദീർഘക്ഷമ നമുക്ക് വേണം. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. നീണ്ട 25 വർഷങ്ങൾ കാത്തിരുന്നു ഒരു വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി അബ്രഹാം. പരിശുദ്ധ ഇന്ന് രാത്രി ഇടപെടുക. ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ ക്ഷണത്തിൽ സംഭവിക്കും. ചില വാഗ്ദത്തത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. എല്ലാ കണ്ണും നടച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കമോൺ, വാഗ്ദത്തം അവകാശമാക്കണം. എല്ലാ കണ്ണുമടച്ച് നാവ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. വാഗ്ദത്തം അവകാശമാക്കണം. തലമുറയുടെ മേൽ തലമുറകൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, ഈ പാസ്റ്ററിന്റെ വാക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി പറയണം, ദൈവനോട് പറഞ്ഞ വാഗ്ദത്തം, ദൈവനെ ഇങ്ങനെ നയിക്കാമെന്ന്, ഇങ്ങനെ ഉപരിപഠനം നൽകാമെന്ന്, ഇങ്ങനെ എന്റെ ശുശ്രൂഷയെ മാനിക്കാമെന്ന്, ഇങ്ങനെ എന്നെ മാനിക്കാമെന്ന് ദൈവം ഇടപെട്ട ദൂതുകൾ, അതിനെ ദൈവമേ അത് നിവർത്തീകരിക്കാൻ അങ്ങ് ശക്തിയുള്ള ദൈവമാകുമ്പോൾ തന്നെ അത് അവകാശമാക്കാൻ ഒരു അഭിഷേകം എന്റെ മേൽ പകരണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. നോഹ പെട്ടകത്തിന്റെ പുറത്തെ പ്രാവിനെ കൈ നീട്ടി പിടിച്ചകത്തേക്ക് കെട്ടിയതുപോലെ ഇസ്രായേൽ പാളയത്തിലേക്ക് പറന്നു വന്ന കാടയെ ഇസ്രായേൽ മക്കൾ കൈ നീട്ടി പിടിച്ച് വീടിനകത്ത് ചിക്കിയതുപോലെ ഈ ദിവസങ്ങൾ വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് ഈ രാത്രി പരിശുദ്ധാത്മാവ് സഭയെ തിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. വാഗ്ദത്തങ്ങളുള്ളവരാണ് എല്ലാവരും, ദൈവീയ ശബ്ദങ്ങൾ കേട്ടവരാണ് എല്ലാവരും. ആരും വാഗ്ദത്തമില്ലാത്തവരായിട്ടില്ല. നമ്മുടെ ധൈര്യം തന്നെ ദൈവമാകുമ്പോൾ തന്നെ ദൈവം നമ്മെ കേൾപ്പിച്ച ദൈവശബ്ദങ്ങളല്ലേ നമ്മുടെ ധൈര്യം. ഈ ദിവസം തകർന്നു പോകുന്ന സ്ഥലത്ത് ദൈവം പറഞ്ഞില്ലേ പണിയാൻ പോകുന്നു എന്ന്, അത് നമ്മുടെ ധൈര്യമല്ലേ? ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ്. വാഗ്ദത്തം അവകാശമാക്കുന്ന ഒരു പ്രത്യേക അധികാരത്തിലേക്ക് റിജോയ്സ് ദൈവസഭ ഒരു പടിയും കൂടെ ദൈവസാന്നിധ്യത്തെ തൊടുകയാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. അഭിഷേകം ചലിക്കട്ടെ ഇന്ന് രാത്രി. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിവുള്ളവർ, കരമടിച്ച് പ്രാർത്ഥിക്കാൻ കഴിവുള്ളവർ അല്പസമയം ഒന്ന് കരമടിച്ച് അന്യഭാഷയിൽ ആരും അലക്ഷ്യതയോടെ ഇരിക്കരുത്. നിങ്ങളെ ആരെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. അലക്ഷ്യതയോടെ ഇരിക്കാതെ കരമൊന്ന് രണ്ടുമൊന്ന് ചേർത്തടിച്ച് അല്പസമയം ആത്മാവിൽ നിറഞ്ഞൊന്ന് ആരാധിച്ചു പറ. വാഗ്ദത്തം അവകാശമാക്കുന്ന ദിവസങ്ങളാണിത്. വാഗ്ദത്തങ്ങൾ അവകാശമാക്കും ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ദൈവാത്മാവ് നടത്തുക. തടസ്സമെല്ലാം പൊട്ടട്ടെ കർത്താവേ. ഞങ്ങളെ റിജോയ്സ് ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, പ്രിയാങ്കലിനെ അനുഗ്രഹിക്കണമേ. സന്യാങ്കലിനെ അനുഗ്രഹിക്കണമേ. കുടുംബമായി സഹായിക്കണമേ. കർത്താവ് കൊടുത്ത ദർശനത്തിന്, കാഴ്ചപ്പാടിന്, അഭിഷേകത്തിന് നന്ദി കർത്താവേ. ദൈവസഭയുടെ ആത്മീയ ഭൗതിക മേഖലയിൽ ഒരു ഭയങ്കര നിവർത്തീകരണം ഉണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ധാരാളം പ്രതിസന്ധികളൊക്കെ സഭയാം കുടുംബങ്ങളൊക്കെ അനുഭവിക്കുന്നല്ലോ. ആ പ്രതിസന്ധിക്കകത്തൊക്കെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. ഈ വചനം കൊണ്ട് അവരെ പണിയണം. ആത്മീയ ചൈതന്യം കർത്താവ് കൽപ്പിക്കണം. മന്ദതകൾ മാറണം. കർത്താവ് സടകുടഞ്ഞ് ചാടി എഴുന്നേൽപ്പാൻ കൃപ കൊടുക്കണം. നന്മയ്ക്കായി സകലവും ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ശുശ്രൂഷയിലേക്ക് എന്നെ വിളിച്ചല്ലോ. പ്രിയ കർത്താവിന്റെ ദാസന് സഭയ്ക്ക് നന്ദി പറയുന്നു. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.